ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രോഗ്രസ് ട്രേഡിംഗ് ചാനൽ. പ്രോഗ്രസ് ട്രേഡിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ടോപ്പിക്കിന് മുമ്പായിട്ട് ഐ ആം നോട്ട് എ ഫൈനാൻഷ്യൽ അഡ്വൈസർ, ഓൺലി ഫോർ എഡ്യൂക്കേഷൻ പർപ്പസ്. അപ്പോൾ ഇന്ന് നമ്മളത്തെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളതാണ്. ഓരോരുത്തർ പറയുന്ന രീതിയിലുള്ള വീഡിയോസ് അല്ല ഇത്. അതായത് ഓരോരുത്തർ പറയുന്നത് ട്രെൻഡ് ലൈൻ ബേസിങ് ചെയ്യുന്ന, അല്ല ട്രെൻഡ് ലൈൻ ബേസ് നമുക്ക് ചെയ്യാം, ഓക്കെ, നോ പ്രോബ്ലം. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ്, ബോട്ടുകൾ, ഇതെല്ലാം ചുമ്മാ വേസ്റ്റാണ്. ഇതെല്ലാം നമ്മളെ പണം കളയുന്ന ഒരു ഇടപാടാണ്. അപ്പോൾ അത് കാരണം നമ്മൾ ആ ഒരു വഴിക്ക് പോകാതിരിക്കും മാക്സിമം, ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഓൺ സ്ട്രാറ്റജി എന്നൊന്നും പറയാൻ പറ്റത്തില്ല, പ്രൈസ് ആക്ഷൻ ബേസിലാണ് ഞാൻ പറയുന്നത്. അതായത് ഞാൻ വരച്ച് കാണിച്ചു തരാം, നിങ്ങൾ ശ്രദ്ധിക്കുക, ഓക്കെ. കോട്ടക്സിനകത്ത് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇത് 100% വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ OTC മാർക്കറ്റിനകത്ത്, ലൈവ് മാർക്കറ്റിനകത്തല്ല, OTC മാർക്കറ്റിനകത്താണ് വർക്ക് ചെയ്യുന്നത്. അതായത് OTC മാർക്കറ്റിനോട് താല്പര്യമുള്ള ആൾക്കാർക്ക്, OTC മാർക്കറ്റ് ആർക്കൊക്കെ താല്പര്യമുണ്ടോ ആ OTC മാർക്കറ്റ് താല്പര്യമുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത്, ഓക്കെ. അപ്പോൾ ഇത് അപ്പ് ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടത്തേക്ക്? മാർക്കറ്റ് ഒരു അപ്പ് ഡയറക്ഷനിലേക്ക് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ അപ്പ് ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു 3 ക്യാൻഡിൽ ഫോമായി എന്ന് വെച്ചു, ഓക്കെ. ഒരു 3 ക്യാൻഡിൽ ഫോമായി. ഈ ഒരു 3 ക്യാൻഡിൽ ഫോമായതിനു ശേഷം അവിടെ ഒരു റീട്രേസ്മെൻറ്റ് ക്യാൻഡിൽ ഫോമായി. അതായത് ഒരു ഇൻവെർട്ടർ ഹാമർ രീതിയിലൊരു ക്യാൻഡിൽ ഫോമായി, ഓക്കെ. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് ട്രാവൽ ചെയ്തു. മാർക്കറ്റ് ട്രാവൽ ചെയ്ത് ഈ ഇൻവെർട്ടർ ഹാമറിൻ്റെ ടോപ്പ് വശം കണക്റ്റ് ആവുന്ന രീതിയിലൊരു ക്യാൻഡിൽ, ഗ്രീൻ ക്യാൻഡിൽ ഫോമായി. ഇനിയുള്ള നെക്സ്റ്റ് ക്യാൻഡിലാണ് നമ്മളുടെ പ്രഡിക്ഷൻ, ഓക്കെ. ഇനിയുള്ള നെക്സ്റ്റ് ക്യാൻഡിലാണ് നമ്മളുടെ പ്രഡിക്ഷൻ. അപ്പം ഇതായിരിക്കും മാർക്കറ്റിൻ്റെ. നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ മാർക്കറ്റിൻ്റെ പ്രീവിയസ് 8-10 ക്യാൻഡിൽസിൻ്റെ ഡീറ്റെയിൽസ് മാത്രം മതി. അതിനുശേഷം എന്തായിരിക്കും സംഭവിക്കുക? അതിനുശേഷം മാർക്കറ്റ് ഇങ്ങനെ ആയിരിക്കും സംഭവിക്കുക. വീണ്ടും ഒരു അപ്പ് ഡയറക്ഷനിലേക്ക് ഒരു ക്യാൻഡിൽ ഫോമായി, ഇങ്ങനെ ഒരു ക്യാൻഡിൽ ഫോമായി, ഓക്കെ. അതിനുശേഷം വീണ്ടും ഒരു ക്യാൻഡിൽ ഫോമായി, ഓക്കെ. അതിനുശേഷം വീണ്ടും ഒരു ക്യാൻഡിൽ ഫോമായി. അതിനുശേഷം വീണ്ടും ഒരു റീട്രേസ്മെൻറ്റ് ക്യാൻഡിൽ എന്ന രീതിയിൽ ഒന്നുകിൽ ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ. നമുക്ക് ഗ്യാപ്പ് ഡൗൺ തന്നെ എടുക്കാം. ഈ ഗ്യാപ്പ് ഡൗണിൽ ഒരു ക്യാൻഡിൽ ഫോമായി. ഈ ഗ്യാപ്പ് ഡൗണിൽ ഒരു ക്യാൻഡിൽ ഫോം ആയാൽ നമ്മൾ നെക്സ്റ്റ് ക്യാൻഡിൽ എന്തായിരിക്കും എടുക്കുന്നത്? കണ്ണും പൂട്ടി നെക്സ്റ്റ് ക്യാൻഡിൽ ഡൗൺ ഡയറക്ഷനിലേക്ക് എടുക്കും. കാരണം നെക്സ്റ്റ് ടാർഗറ്റ് ഏതാണ്? നമ്മുടെ ഈ ലൈനാണ്. നമ്മളുടെ ഈ ലൈനാണ് നെക്സ്റ്റ് ടാർഗറ്റ്. ഞാൻ ഗ്യാപ്പ് ഡൗണിൻ്റെ ഗ്യാപ്പ് അപ്പിൻ്റെ ബേസ് ഒരിക്കലും പറയുകയല്ല, ശ്രദ്ധിക്കുക. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് അപ്പിലേക്ക് കുതിക്കും. അതായത് ഇങ്ങനെ ഒരു ക്യാൻഡിൽ ഫോം ആവും, ബയേഴ്സ് എൻ്റർ ആവും. ബയേഴ്സ് എൻ്റർ ആകുമ്പോഴത്തേക്കും നമ്മളുടെ അറൗണ്ട് അവിടെ ഉണ്ടാകുന്ന ക്യാൻഡിൽ ഹൈ ലിക്വിഡിറ്റി ക്യാൻഡിലായിരിക്കും ഫോം ആവുക. അതായത് നമ്മളുടെ ഈ ഒരു ഹൈ ലെവലിലായിരിക്കും മാർക്കറ്റിനകത്ത് ഇത് ഫോം ആകുക. ഈ ഒരു ലെവലിലായിരിക്കും മാർക്കറ്റ് ഫോം ആവുക. സെയിം നമുക്ക് ചാർട്ടിലോട്ട് പോവാം, ഓക്കെ. നമുക്ക് ചാർട്ടിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ നോക്കുക, ഞാൻ പറഞ്ഞേക്കുന്ന രീതി നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്കൊരു 10 ക്യാൻഡിൽ അല്ലെങ്കിൽ 15 ക്യാൻഡിൽ നമുക്ക് ഇത്രയും ഇതിൻ്റെ ആവശ്യമുള്ളൂ, ഓക്കെ. അപ്പോൾ അതിനകത്ത് നമ്മൾ പ്രൈസ് ആക്ഷൻ ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് ചെയ്യേണ്ട രീതിയിലുള്ള ശ്രദ്ധിക്കുക, ഓക്കെ. വെയിറ്റ്, ഞാൻ കാണിച്ചു തരാം. ഹോറിസെൻ്റൽ ലൈൻ വെച്ചുള്ളൊരു കളിയാണ്. ഹോറിസെൻ്റൽ ലൈനും ട്രെൻഡ് ലൈനും വെച്ചുള്ള ഒരു കളിയാണ് ഈ കളി. നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്നാൽ എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്ത് അത്യാവശ്യം നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഏൺ ചെയ്ത് നമ്മളുടെ കുടുംബമൊക്കെ നോക്കണ്ടേ? നമുക്ക് അത്യാവശ്യം ഏൺ ചെയ്ത് വെച്ചാൽ മതി. നമുക്ക് വേണ്ട ഒരു $10, $15 നമ്മൾ ഏൺ ചെയ്യുക. അതിൻ്റെ ആവശ്യമുള്ള ഒന്നും, അതിൻ്റെ അപ്പുറത്ത് നമ്മൾക്ക് ഒരിക്കലും ആവശ്യമില്ല, ഓക്കെ. അപ്പം നമ്മൾ എന്താ ചെയ്യുക? 2 പ്രൈസ് ആക്ഷൻ ഗ്യാപ്പിൽ, അപ്പം ഈ ഒരു പ്രൈസ് ആക്ഷനിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന എത്ര പ്രൈസ് ആക്ഷൻ ലെവലുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഈ പ്രൈസ് ആക്ഷനിൽ ഫസ്റ്റിൻ്റെ ബോട്ടത്തിൽ വരച്ചു. നെക്സ്റ്റിൻ്റെ ബോട്ടത്തിൽ ഒരു പ്രൈസ് ആക്ഷൻ വിട്ടതിന് ശേഷം നെക്സ്റ്റിൻ്റെ ബോട്ടത്തിൽ ഒരു ലൈൻ കൊടുക്കുക, ഓക്കെ. ഇത് മാറ്റിയിട്ട് അടുത്ത നെക്സ്റ്റിൻ്റെ ബോട്ടത്തിൽ കൊടുക്കുക. അപ്പോൾ എത്രയായി? 1 വിട്ടിട്ട് 1 ഇടവിട്ട്, 1 വിട്ടിട്ട് 1 ഇടവിട്ട് നിങ്ങൾ കൊടുക്കുക. ഓരോ ഹോറിസെൻ്റൽ ലൈൻ കൊടുക്കുക. ഞാൻ പറഞ്ഞ ശരിക്കും ശ്രദ്ധിക്കുക. ഓരോ പ്രൈസ് ആക്ഷൻ ലെവൽ വിട്ടിട്ട് ഓരോന്ന് നിങ്ങൾ കൊടുക്കുക. ഇനിയും കോപ്പി ചെയ്യുക. ഓരോ പ്രൈസ് ആക്ഷൻ ലെവൽ വിട്ടിട്ട് ഓരോ ട്രെൻഡിലെയും നിങ്ങൾ കൊടുക്കുക. നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാകുന്നു? ഓരോ ട്രെൻഡിനകത്തും ബ്രേക്ക് ഔട്ടിന് ശേഷം എന്തെല്ലാം വ്യത്യാസങ്ങളാണ് വന്നിരിക്കുന്നത്?
നിങ്ങൾ ശ്രദ്ധിക്കുക, ഓരോ ട്രെൻഡ് ലൈനെയും ബാധിക്കുന്നത് ഓരോ പ്രൈസ് ആക്ഷൻ ലെവലാണ്. ഈ ഓരോ പ്രൈസ് ആക്ഷൻ ലെവലും നിയറസ്റ്റ് ഏരിയയിലേക്ക് മാർക്കറ്റ് ട്രാവൽ ചെയ്യും. ഞാനൊരു OTCയിലെ ഒരു സ്ട്രാറ്റജിയാണ്, ഞാനൊരു ബ്രോക്കറിൻ്റെ രീതിയിലാണ് സംസാരിക്കുന്നത്. ശ്രദ്ധിക്കുക, നമ്മൾ ബൈനറിക്കകത്ത് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ബ്രോക്കർ ആകണം. ഒരു ബ്രോക്കറിൻ്റെ രീതി നമ്മൾ ചിന്തിച്ചാലേ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളൊരു ബ്രോക്കറായിട്ട് ചിന്തിച്ചാൽ മാത്രമേ ഉള്ളൂ. അതായത് എവിടെയൊക്കെ മാനിപ്പുലേഷൻ ചെയ്യണം, എവിടെയൊക്കെ ട്രേഡ് വിന്നാക്കണം, എവിടെയൊക്കെ ലോസ് ആക്കണം, ഇതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഘടകമാണ്. ഇത് നമ്മൾ ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമുക്ക് ലോസ് ആക്കണം എന്നുള്ളൊരു ടെൻഡൻസിയിൽ ഒരിക്കലും നമ്മൾ ട്രേഡ് ചെയ്യണം. നമുക്ക് പ്രോഫിറ്റ് ആണെന്നുള്ള ടെൻഡൻസി, അതായത് നമ്മൾ എല്ലാവരുടെയും വാക്കുകൾ കേൾക്കണമെന്നല്ല, നമ്മൾ വാക്കുകൾ കേൾക്കുക, അത്യാവശ്യം നമുക്ക് പ്രയോജനപ്പെടുന്ന വാക്കുകളാണെങ്കിൽ മാത്രം നമ്മൾ കേൾക്കുക. അപ്പോൾ ഇവിടെ ഇനി നെക്സ്റ്റ് എന്തോ ടാർഗറ്റ്, ഞാൻ അപ്പിലേക്ക് ഒരു ട്രേഡ് എടുക്കും, എനിക്ക് മാർജിൻ സേഫ്റ്റി കിട്ടിയില്ല, എൻ്റെ പ്രഡിക്ഷൻസ് നെക്സ്റ്റ് ആണ്, ഇതാണ് ഈ ടാർഗറ്റാണ് മാർക്കറ്റിൻ്റെ, ഈ ഒരു ടാർഗറ്റാണ് എൻ്റെ ടാർഗറ്റ്. അതായത് ഇവിടെ ബ്രേക്കൗട്ടൊന്നും വന്നിട്ടില്ല, മാർക്കറ്റ് ബ്രേക്കൗട്ടൊന്നും വന്നിട്ടില്ല, സെയിം ലെവലിലാണ് നിൽക്കുന്നത്. നമുക്ക് നോക്കാം, ഇത് ലോസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ക്യാൻഡിൽ MTG എടുക്കും. കാരണം മാർക്കറ്റിൻ്റെ നെക്സ്റ്റ് ടാർഗറ്റ് ഇതാണ്. അതായത് നോക്കിയേ, നല്ലൊരു കീഴടക്കം കഴിഞ്ഞിട്ട് നിൽക്കുകയെന്ന് പറയും, നല്ലൊരു ഡൗൺ ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് വന്നതിന് ശേഷം ഓവർ സോൾഡ് ഏരിയയിലാണ് മാർക്കറ്റ്. ഓക്കെ, മാർക്കറ്റ് ഓവർ സോൾഡ് ഏരിയയിൽ നിന്നും മാർക്കറ്റ് വീണ്ടും റൺ ചെയ്യും. നമുക്ക് നോക്കാം, നമുക്ക് ഒരു ക്യാൻഡിൽ നമുക്ക് മാനിപ്പുലേഷൻ ചെയ്യാൻ പറ്റും, നെക്സ്റ്റ് ക്യാൻഡിൽ നമ്മൾ പ്രോഫിറ്റബിൾ ആവും. അത് നോ പ്രോബ്ലം. ബൈനറി ആകുമ്പോഴത്തേക്കും ലോസ് ഉണ്ടാവും, പ്രോഫിറ്റ് ഉണ്ടാവും. അങ്ങനൊന്നും നമ്മൾ ഒരിക്കലും പാനിക്കാതെ, നമുക്ക് ക്യാപിറ്റൽ ഉണ്ട്, നമ്മൾ ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കും. ഡോണ്ട് വറി, ഈ ഒരു ലെവലിൽ ക്ലോസ് ആവും മാർക്കറ്റ്. നോക്കാം നമുക്ക്, എന്താ നോക്കിയേട്ടാ. അടുത്ത ക്യാൻഡിൽ നമ്മൾ അപ്പിലേക്ക് 2 എണ്ണം പ്ലേസ് ചെയ്യും. 2 എണ്ണം പ്ലേസ് ചെയ്തു ഞാൻ. ഇത് 100% വിന്നാകണം. 100% വിന്നാകണം. വിന്നായില്ലെന്നുണ്ടെങ്കിൽ ഇതെന്താണ് മാർക്കറ്റ്, ഇതെന്താണ് ടാർഗറ്റ്, നമ്മൾ ഇട്ടേക്കുന്ന പ്രഡിക്ഷൻ എന്താണ്, നമ്മൾ അനലൈസ് ചെയ്തേക്കുന്നതിനകത്ത് എന്താണ് വാല്യൂ, അത് നമുക്ക് മനസ്സിലാക്കണമല്ലോ. ഇതേപോലെ തന്നെ ഒരു ഇൻവെർട്ടർ ഹാമർ ഇവിടെ ഫോം ആവും, ഗ്രീൻ ക്യാൻഡിൽ ഫോം ആവും. ഈ ലെവലിൽ വന്ന് മാർക്കറ്റ് വീണ്ടും റീട്രേസ് ചെയ്ത് അപ്പിലേക്ക് തന്നെ പോകും. ഈ ലെവലിൽ വന്നിട്ട് മാർക്കറ്റ് വീണ്ടും റീട്രേസ് ചെയ്ത് അപ്പിലേക്ക് തന്നെ പോകും. 100% പോകും, 100% പോകണം. അതാണ് ടാർഗറ്റ് ഓഫ് ദ വേവ് എന്ന് പറയും. ഒരു മാർക്കറ്റിന് ഒരു ടാർഗറ്റ് ഉണ്ടാവും, ആ ടാർഗറ്റ് മാർക്കറ്റ് എപ്പോഴും റൺ ചെയ്യുന്നതായിരിക്കും. ലാസ്റ്റ് ഘട്ടത്തിലെങ്കിലും റൺ ചെയ്യും. നമ്മളുടെ പ്രഡിക്ഷൻ 100% ആണെങ്കിൽ ലാസ്റ്റ് ഘട്ടത്തിൽ നമ്മൾ വിൻ ചെയ്യുന്നതായിരിക്കും. നമുക്ക് നോക്കാം, മാനിപ്പുലേഷൻ ഉണ്ടാകും സംഭവം, അത് നമ്മളൊരിക്കലും മൈൻഡ് ചെയ്യത്തില്ല. ലോസും പ്രോഫിറ്റ് ഒക്കെ നമുക്ക് ഇതിനകത്തുള്ളതാണ്. പക്ഷെ ലോസ് ഉണ്ടായാലും നമ്മളത് പ്രോഫിറ്റ് എടുത്തിരിക്കും. നോക്കാം എൻ്റെ ടാർഗറ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം എനിക്ക് $3,000 ലോസ് ആയിട്ടുണ്ട്. $3,000 ലോസ് ആയിട്ടുണ്ട്. കാരണം മാർക്കറ്റ് ഈ ഒരു ടാർഗറ്റിലാണ് മാർക്കറ്റ് പോകേണ്ടത്. അപ്പം ഓക്കെ, $3,000 ലോസ് ആയപ്പോഴത്തേക്കും ഞാൻ എത്ര ട്രേഡ് പ്ലേസ് ചെയ്യുന്നു? $9 ട്രേഡ് ഞാൻ പ്ലേസ് ആയിരുന്നു. നോക്കാം നമുക്ക് മാർക്കറ്റിൻ്റെ എന്താണ് വ്യത്യാസം നമുക്ക് നോക്കാം. നമ്മളെ പ്രഡിക്ഷനും നമ്മളെ എന്തുമായിട്ടുള്ള മാർക്കറ്റിൻ്റെ എന്താ വ്യത്യാസം നമുക്ക് നോക്കാം. കാരണം മാർക്കറ്റിൻ്റെ ഈ നെക്സ്റ്റ് ലെവൽ ഇതാണ്. ഇങ്ങനെ ഒരു ട്രേഡ് ഇവിടെ വരാൻ ചാൻസ് ഇല്ല. 80% നമുക്കൊന്ന് കൺവെർട്ട് ചെയ്ത് നോക്കാം. ഒരു 2 മിനിറ്റൊക്കെ ടാർഗറ്റ് കൺവെർട്ട് ചെയ്ത് നോക്കാം. 2 മിനിറ്റിലൂടെ കൺവെർട്ട് ചെയ്ത് നോക്കാം. 2 മിനിറ്റിലാണ്ട ഈ മാർക്ക് കണ്ട നമ്മളെടുത്ത ടാർഗറ്റ് എന്ന് വെച്ചാൽ നോക്കിയോ, 1, 2, 3 നല്ലൊരു മൂവ്മെന്റ് മാർക്കറ്റ് ഫോളോ അപ്പ് ചെയ്ത്, കണ്ട ടാർഗറ്റ് ഇതാണ് മാർക്കറ്റിന്റെ ടാർഗറ്റ്. ഈ ടാർഗറ്റ് ഉണ്ട്. അവിടെ ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ഫോം ആയത് ആക്ച്വലി. പക്ഷേ ആ നമ്മൾ 2 മിനിറ്റിനകത്ത് ക്യാൻഡിൽ അനലൈസ് ചെയ്തില്ല. അതുകൊണ്ടാണ് നമുക്ക് പറ്റിയ മിസ്റ്റേക്ക്. ആ പ്രോബ്ലം നമ്മുടെ ടാർഗറ്റിലേക്ക് മാർക്കറ്റ് പോയി. ഇവിടുന്ന് ഇനി അടുത്ത ക്യാൻഡിൽ വീണ്ടും അപ്പിലേക്ക് പോകും. ഞാൻ അപ്പിലേക്ക് ട്രേഡ് ചെയ്യും. ഞാൻ എല്ലാ ട്രേഡും വിന്നായി. എല്ലാ ട്രേഡും നമ്മൾ വിന്നായി. കണ്ട ഒരു ട്രേഡില്ലാതെ എല്ലാ ട്രേഡും വിന്നായി. ഇനി ഞാൻ അപ്പിലേക്ക് ട്രേഡ് ചെയ്യും. എന്തുകൊണ്ടാണ്? ഇനി നെക്സ്റ്റ് ലെവൽ ഇതാണ് മാർക്കറ്റ് കുറച്ചുകൂടെ താഴ്ത്തിറങ്ങിയത്. നമുക്കൊരു എന്താ പറയുക, ഒരു മാർജിനൽ സേഫ്റ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയും മാർക്കറ്റ് ട്രേഡ് കണ്ടോ, മാർക്കറ്റ് പോകുന്നുണ്ടോ, പുള്ളി ചെയ്യുന്നുണ്ടോ. കാരണം ഇങ്ങനെ ഒരു ക്യാൻഡിൽ ഇവിടെ ഫോം ആകുന്ന ഒരിക്കലും നമ്മൾ വിചാരിച്ചിട്ടില്ല. അങ്ങനെ വരില്ല. കാരണം 2 മിനിറ്റിനകത്ത് നമുക്ക് ആദ്യം നമ്മൾ 2 മിനിറ്റിനകത്ത് അനാലിസിസ് ചെയ്തില്ലായിരുന്നു ആക്ച്വലി. അതാണ് സംഭവിച്ചത് സംഭവം. കാരണം നോക്കിയാൽ ഒറ്റ ക്യാൻഡിൽ അവിടെ വന്നുള്ളൂ. ആക്ച്വലി ഇവിടെ റീട്രേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ആദ്യം ബ്രേക്ക്ഔട്ടും ചെയ്തിട്ടില്ല. നോക്കിയേ, ബ്രേക്ക്ഔട്ട് ചെയ്തിട്ടില്ല. മാർക്കറ്റ് പൂ പോലെ പോകുന്നുണ്ടോ, എന്ത് സ്പീഡിലാണ് പോകുന്നത് നോക്കി. ഞാൻ അതുകൊണ്ടാണ് ഫസ്റ്റ് ട്രേഡ് പോയി, സെക്കൻഡ് ട്രേഡ് പോയി, തേർഡ് ട്രേഡ് ഞാൻ പ്ലേസ് ചെയ്തതെന്ന് വെച്ചാൽ മറ്റുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കും. ഞാനിത് എഡിറ്റ് ചെയ്യാതെ ലൈവിൽ തന്നെ നിങ്ങളെ കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മാർക്കറ്റിൻ്റെ ഒരു ടാർഗറ്റ് എന്ന് വെച്ചാൽ ഇതാണ്. ബൈനറി ആകുമ്പോൾ ഒരു ട്രേഡ് അല്ലെങ്കിൽ 2 ട്രേഡ് ലോസ് ആകും. അത് അതിനകത്തൊരു മാനിപ്പുലേഷൻ ഉണ്ടാവും. നമുക്ക് 100% ആണ്. ഇപ്പോഴും മാർക്കറ്റ് പോയിട്ടില്ല, ഇനിയും ടാർഗറ്റ് ഉണ്ട്. ഇനി ഞാൻ ട്രേഡ് എടുത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി ആ ടാർഗറ്റ് മാർക്കറ്റ് പ്ലേസ് ചെയ്യണം. ഇവിടുന്ന് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് ഈ ഒരു ലെവലിൽ വരണം. അതായത് ഞാൻ വരച്ച് കാണിച്ചു തരാം.
ഈ ഒരു ലെവലിൽ മാർക്കറ്റ് വരണം. അതായത് ഈ റൺ ചെയ്യുന്ന മാർക്കറ്റ് ഉണ്ടല്ലോ, ഇവിടുന്ന് മാർക്കറ്റ് വീണ്ടും റൺ ചെയ്ത് ഇങ്ങനെ പോയിട്ട് ഒരു 3 ക്യാൻഡിൽ അല്ലെങ്കിൽ 4 ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇവിടുന്ന് ഒരു റിജക്ഷൻ ക്യാൻഡിൽ വരും. ഇവിടുന്ന് ഒരു റിജക്ഷൻ ക്യാൻഡിൽ ഇങ്ങനെ വരണം. ഇങ്ങനെ ഒരു റിജക്ഷൻ ക്യാൻഡിൽ വരണം. ഓക്കെ, ഞാൻ ട്രേഡിലോട്ട് നോക്കട്ടെ. ഒരു റിജക്ഷൻ ക്യാൻഡിൽ വരണം അവിടെ. അതാണ് എൻ്റെ രീതി. ഒരു റിജക്ഷൻ ക്യാൻഡിൽ അവിടെ വന്നതിന് ശേഷം മാത്രമാണ് നെക്സ്റ്റ് ക്യാൻഡിൽ അവിടെ ഫോം ആകണം. അതാണ് കറക്റ്റ് രീതി. നമ്മളെ നോക്കിയാൽ ഓരോ നമ്മളുടെ പ്രൈസ് ആക്ഷൻ ബേസ് ലെവലിൽ ഓരോ ബ്രേക്ക് ഔട്ട് ഉണ്ട്. പക്ഷേ ഇതും ഒരിക്കലും ഡൗൺ ഡയറക്ഷനിലേക്ക് പോകത്തില്ല ഫ്രണ്ട്സ്. ഇതൊരിക്കലും ഡൗൺ ഡയറക്ഷനിലേക്ക് പോകത്തില്ല. ഇതൊരിക്കലും നമ്മളൊരിക്കലും ഗാംബിൾ ചെയ്യല്ല. നമ്മളെ 100% പ്രഡിക്ഷൻ ആണ്. ഇതേ പമ്പിങ്ങിലുള്ള ഒരു ക്യാൻഡിൽ നെക്സ്റ്റ് ക്യാൻഡിൽ ഫോം ആവും. നിങ്ങൾ നോക്കണം. ഞാൻ 2 MTG പ്ലേസ് ചെയ്യാൻ പോകണം. ഓക്കെ, ഞാൻ 3 ട്രേഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ മാർക്കറ്റ് വീണ്ടും പമ്പ് ചെയ്തിട്ട് ഈ നെക്സ്റ്റ് ലെവലിൽ പോകണം. കാരണം അടുത്ത ടാർഗറ്റ് എന്ന് വെച്ചാൽ ഈ ലെവലാണ്. ഈ ടാർഗറ്റും കഴിഞ്ഞ് മാർക്കറ്റ് ഇവിടെ വന്ന് പ്ലേസ് ചെയ്യണം. അതായത് ഈ ഒരു ലെവലിൽ മാർക്കറ്റ് എത്തും. ഈ ഒരു ലെവലിൽ മാർക്കറ്റ് എത്തിയിട്ട് ബ്രേക്ക് ഔട്ട് ചെയ്യണം. മനസ്സിലായി നിങ്ങൾക്ക്? ഈ ഒരു ലെവലിൽ മാർക്കറ്റ് എത്തണം. അതാണ് അതിൻ്റെ രീതി. 100% അല്ല, 1000% ഇവിടെ എത്തണം മാർക്കറ്റ്. പിന്നെ ബൈനറി ആകുമ്പോഴത്തേക്ക് മാനിപ്പുലേഷൻ ഉണ്ടാകും. ബ്രോക്കറാണ് തീരുമാനിക്കുന്നത്. ബ്രോക്കറിന്റെ ടെക്നിക്കൽ ടീംസ് ആണ് തീരുമാനിക്കുന്നത് ഇത് വിൻ ആകണോ ലോസ് ആകണോ. കാരണം നമ്മളെ ലൈവ് അക്കൗണ്ടിനകത്ത് നമ്മൾ ഇത്രയും എമൗണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ട്രേഡ് എടുത്തിരിക്കുകയാണ്. $1000 ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ അവർക്ക് പ്രോഫിറ്റ് ആണ്. മനസ്സിലായി? നമ്മളെപ്പോലുള്ള പാവങ്ങളുടെ 1000 വെച്ച് കിട്ടുമ്പോഴത്തേക്ക് അവർക്ക് എത്ര ലക്ഷം ഡോളേഴ്സാണ് ഒരു ദിവസം കിട്ടുക. മനസ്സിലായി? അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിൽ ഞാൻ ഈ പറഞ്ഞ രീതി പ്രൈസ് ആക്ഷൻ ബേസിൽ നിങ്ങൾ ചെയ്ത് നോക്കിയോ. ഞാൻ ഇനിയൊരു ട്രേഡ് എടുക്കും അപ്പിലേക്ക്. നിങ്ങൾ ശ്രദ്ധിക്കുമോ? ഇനിയൊരു ട്രേഡ് എടുക്കും. ഞാൻ അത് പ്ലേസ് ചെയ്ത് ഇത്തിരി ഡൗൺ ആയിപ്പോയി പോകുന്നുണ്ടോ, മാർക്കറ്റ് പമ്പ് ചെയ്ത് പോകുന്നുണ്ടോ. ഇനി ഞാനൊരു ട്രേഡ് പ്ലേസ് ചെയ്യും. എൻ്റെ ടാർഗറ്റ് എന്ന് വെച്ചാൽ ഇതാണ്. ഈ മാർക്കറ്റ് ഇവിടെ റൺ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കണം. ഇതിനകത്ത് മാർക്കറ്റിൻ്റെ മാനിപ്പുലേഷൻ, അതായത് പ്രൈസ് ആക്ഷൻ ലെവൽ കഴിഞ്ഞിട്ട് പുൾ ബാക്കാണ് മാർക്കറ്റ് ഇപ്പോൾ ഫേസ് ചെയ്യുന്നത്. ഈ പുൾ ബാക്ക് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഫേസ് ചെയ്യുന്ന ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് 100% ആ റീച്ച് എന്ന് പറഞ്ഞ ഏരിയയിൽ മാർക്കറ്റ് പ്ലേസ് ആകണം. മാർക്കറ്റ് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യണം. മാർക്കറ്റ് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ബൈനറി മാത്രമല്ല, ട്രേഡിങ്ങിൻ്റെ ഉസ്താക്കന്മാരുണ്ട്. നല്ല രീതിയിൽ ട്രേഡിങ്ങിനെ പറ്റി അറിയാവുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട്. ഈ ട്രേഡിംഗ് എന്ന ആൾക്കാർ അപ്പീൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗോടെക്സിന് പോലും പണി കിട്ടും. മനസ്സിലായി? ഇതൊരിക്കലും ഒരു റീട്രേസ്മെൻ്റ് അല്ല ഫ്രണ്ട്സ്. ശ്രദ്ധിക്കോ, ഇതൊരിക്കലും ഒരു റീട്രേസ്മെൻ്റ് അല്ല. മാർക്കറ്റിൻ്റെ ടാർഗറ്റ് എന്ന് വെച്ചാൽ ഈ ടോപ്പാണ്. ഞാൻ പറഞ്ഞ ഈ പ്രൈസ് ആക്ഷൻ ലെവലാണ് മാർക്കറ്റിൻ്റെ ടോപ്പ്. അത് 100% ആണ്. ഓക്കെ, അപ്പം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ചിലപ്പോൾ ഡോജി ആവും ഇത്. നമ്മൾ പക്ഷേ ഇത് ലോസ് ആയാലും ഞാനിത് MTG പ്ലേസ് ചെയ്യും. MTG 100% പ്ലേസ് ചെയ്യും. ഉണ്ടോ? അവിടെ ഒരു ഇൻവെർട്ടർ എന്തോ ഡോജിയായി, ചെറിയൊരു ഡോജി ഫോമായി. ഈ ഡോജി ഫോമായെന്നും പറഞ്ഞ് നമ്മൾ പിന്മാറത്തില്ലായിരിക്കും. ഞാൻ പിന്മാറത്തില്ല. ഞാൻ ഒന്ന് പോയി 4 ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ടാർഗറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഈ ടാർഗറ്റ് ഈ ക്യാൻഡിലൂടെ ഫോമാണ്. നമുക്ക് 2 മിനിറ്റിലൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾ ശ്രദ്ധിക്കുമോ? നമ്മൾ ഇതുണ്ടോ, ക്യാൻഡിലുണ്ടോ? 2 മിനിറ്റിനകത്ത് ഈ ക്യാൻഡിൽ ഇപ്പം സ്റ്റാർട്ടായ ക്യാൻഡിലാണ്. ആ 2 മിനിറ്റിൽ ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. പക്ഷേ 2 മിനിറ്റിനകത്ത് മാർക്കറ്റ് കറക്റ്റായിട്ട് റൂൾസ് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. 2 മിനിറ്റിൽ മാർക്കറ്റ് കറക്റ്റായിട്ട് റൂൾസ് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. 1 മിനിറ്റിനകത്താണ് ഏറ്റവും കൂടുതൽ മാനിപ്പുലേഷൻ നടക്കുന്നത്. അതായത് 1 മിനിറ്റിലാണ് ആൾക്കാർ കൂടുതൽ ട്രേഡ് ചെയ്യുന്നത്. മനസ്സിലായോ ഫ്രണ്ട്സ്? അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളൊരു ടാർഗറ്റ് ഒന്ന് ഇട്ട് നോക്കിയേ. പ്രൈസ് ആക്ഷൻ ലെവൽ നിങ്ങൾ ഇട്ട് നോക്കിയേ. നിങ്ങൾ 100% വിന്നായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളുടെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇതൊരിക്കലും ഞാൻ ഗാംബിൾ ചെയ്ത് ട്രേഡ് എടുത്തതല്ല. അതായത് നമുക്കൊരു ലോസ് വരുമ്പോഴത്തേക്കും നമുക്ക് ബൈനറിക്കകത്ത് നമുക്ക് ആപ്പാട്ടുള്ള ഒരു പ്രതിവിധി എന്ന് വെച്ചാൽ നമുക്ക് MTG ആണ്. നമ്മൾ MTG എടുത്തേ പറ്റത്തുള്ളൂ. ഒരു പ്രോഫിറ്റബിൾ ട്രേഡർക്ക് ഒരിക്കലും MTG ഇല്ലാതെ പ്രോഫിറ്റബിൾ ആവാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അതായത് നമ്മളത് മനസ്സിലാക്കുക. അത് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക. ഒരിക്കലും പ്രോഫിറ്റബിൾ അല്ലാതെ ട്രേഡർക്ക് ലോസ് ഇല്ലാതെ ഒന്നും പറ്റത്തില്ല. അതുകൊണ്ട് എൻ്റെ ടാർഗറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിലേക്ക് ഈ ഫസ്റ്റ് ടാർഗറ്റ് മാർക്കറ്റ് അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് മാർക്കറ്റിന് ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യണമെന്ന് മാർക്കറ്റ് വിചാരിച്ചു കഴിഞ്ഞാൽ ആ മാർക്കറ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്യും. ആ അച്ചീവ് ചെയ്യുന്ന സമയത്ത് അത് മാത്രം നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ട് ട്രേഡ് എടുക്കാനായിട്ട്. അവരെ ലോസ് ആക്കാനായിട്ട് മാർക്കറ്റ് പല രീതിയിൽ തന്ത്രങ്ങൾ പ്രയോഗിക്കും. ഒന്നുകിൽ റീട്രേസ്മെൻറ്റ്, അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പ്, അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ. ഇപ്പോൾ തന്നെ ഗ്യാപ്പ് ഡൗൺ ആയുണ്ടാവും. ഗ്യാപ്പ് ഡൗൺ ആയിട്ട് നമ്മളെ കറക്റ്റ് പ്രൈസ് ആക്ഷനകത്ത് ഓപ്പൺ ആയുണ്ടോ മാർക്കറ്റ്. അപ്പം
മാർക്കറ്റിൻ്റെ വേണ്ട ഫോമിങ് ഉണ്ടോ, മാർക്കറ്റ് എന്ത് പവറിലാണ് മാർക്കറ്റ് പോകുന്നത് നോക്കി. അപ്പോൾ നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു അപ്പിലേക്കോ നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മാനിപ്പുലേഷൻ മാർക്കറ്റ് ഉണ്ടാക്കും, അത് ബ്രോക്കർ ഉണ്ടാക്കും. അത് ആദ്യം ശ്രദ്ധിക്കുക. അപ്പം നമ്മളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. നമ്മൾ ഫ്രീ ആയിട്ട് സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ ഇതിന് ശേഷം ലാസ്റ്റ് ഇപ്പോൾ ഓപ്പൺ ആക്കിയാണ്, എന്താ പറയുക, ടെലിഗ്രാം ബാനിന് ശേഷം നമ്മളിപ്പോൾ രണ്ടാമത് വീണ്ടും നമ്മൾ സിഗ്നൽ പ്രൊവൈഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ ടെലിഗ്രാം നിങ്ങൾക്ക് താല്പര്യമുള്ളവർ നമ്മളുടെ ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യുക. പിന്നെ നമ്മൾ നിങ്ങൾ VIP ഉണ്ട്, VIPക്കകത്ത് നിങ്ങൾ ജോയിൻ ചെയ്യുക. താല്പര്യമുള്ള നമ്മളുടെ ചാനലിനകത്ത് ജോയിൻ ചെയ്യുക. ഓക്കെ, നാം പറഞ്ഞ ടാർഗറ്റ് ഉണ്ടോ, മാർക്കറ്റ് അച്ചീവ് ചെയ്തതുണ്ടോ, ഇതാണ് നമ്മളുടെ പ്രഡിക്ഷൻ. 100% ഷുവർ. നോക്കിയാണ്ടോ, ഞാൻ നിങ്ങൾക്ക് ഇത് ഫോം ആക്കാതെ നിങ്ങളെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യത്യാസത്തിൻ്റെ പേരിലല്ല, നമ്മൾ ടാർഗറ്റാണ് കാണിക്കുന്നത്. നമ്മുടെ ടാർഗറ്റ് എപ്പോഴും മാർക്കറ്റ് ഏത് രീതിയിലാണ് അച്ചീവ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിനകത്തൊരു റീട്രേസ്മെന്റ് ഇല്ലെന്നുണ്ടെങ്കിൽ മാനിപ്പുലേഷൻ മാർക്കറ്റ് അല്ലെങ്കിൽ ബ്രോക്കർ എപ്പോഴെങ്കിലും കാണിച്ചിരിക്കും. അത് 100% ഷുവറാണ്. നമ്മൾ ശ്രദ്ധിക്കുക. വേണ്ട, മാർക്കറ്റ് ഞാൻ പറഞ്ഞ ടാർഗറ്റ് അച്ചീവ് ചെയ്തോ, ഞാൻ ഇത് കാണിക്കാനായിട്ടാണ് ഞാൻ ഇത്രയും നേരം ചലിച്ചുകൊണ്ടിരുന്നത്. അത് ഒരിക്കലും എൻ്റെ ഒരു ഗാംബ്ലിംഗ് അല്ല. ഞാൻ ഒരിക്കലും ഗാംബിൾ ചെയ്ത് കാണിച്ചതല്ല. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ വെച്ച് ആ വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഫുള്ള് ഞാനിങ്ങനെ കാണിച്ചത്. അതായത് എൻ്റെ ടാർഗറ്റ് ഏതാണോ ആ ടാർഗറ്റ് മാർക്കറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്, ആ മാർക്കറ്റ് അത് അച്ചീവ് ചെയ്തിട്ടുണ്ട്, ആ ടാർഗറ്റ് ഫില്ലപ്പായി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ളവർ നമ്മളുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനകത്ത് നമ്മളെ ടെലിഗ്രാം ചാനലിൽ ലിങ്ക് വയ്ക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. എപ്പോഴും പ്രോഫിറ്റ് ആണെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. പ്രോഫിറ്റ് ഉണ്ടാവും, ലോസും ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ഓക്കെ, ഇതെല്ലാം നമ്മൾ ഉൾക്കൊള്ളണം. പ്രോഫിറ്റ് മാത്രം പ്രതീക്ഷിച്ച് ഒരിക്കലും നമ്മൾ ഒരാളുടെയും കൂടെ പ്രോഫിറ്റ് മാത്രം നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ് ജോയിൻ ചെയ്യുന്നവരൊക്കെ ലോസ് ആകത്തേ ഉള്ളൂ, 100%. ഓക്കെ, അതാദ്യം മനസ്സിലാക്കുക. പ്രോഫിറ്റ് ആണെന്ന് പറഞ്ഞ് ഒരിക്കലും നിങ്ങളിനകത്ത് ജോയിൻ ചെയ്യേണ്ട. 10 ട്രേഡ് എടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു 3 4 ഒക്കെ ലോസ് ആകും. അത് 100% ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ്. അപ്പം നിങ്ങൾ താല്പര്യമുള്ളവർ നമ്മളുടെ ഇതിനകത്ത് ജോയിൻ ചെയ്യുക. നമ്മൾ ഓരോരോ നെക്സ്റ്റ് ഇപ്പം നമ്മളിപ്പോൾ ഒരു 1 മന്തിന് മേലെ നമ്മളുടെ പ്രോഗ്രസ് ഷെയർ ബൈനറിക്കകത്ത് നമ്മൾ ഗ്യാപ്പ് വന്നിട്ടുണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട്. അത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മളത് ചെയ്യാറുന്നത്. അപ്പം ഇനി നമ്മൾ വീഡിയോ കണ്ടിന്യൂ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കാണുക. യൂട്യൂബ് ചാനൽ പുതിയതായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എനിക്കിന്ന് പറയാനുള്ളത്. അപ്പം ഇതാണ് നമ്മളുടെ ടാർഗറ്റ്. ഞാനപ്പോൾ അതാണ് നിങ്ങൾക്ക് ആദ്യമേ വരച്ച് കാണിച്ചത്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. ഇതാണ് മാർക്കറ്റിൻ്റെ ഒരു രീതി. ഓക്കെ, പ്രൈസ് ആക്ഷൻ്റെ രീതി ഇതാണ്. അത് മനസ്സിലാക്കുക. പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ, താല്പര്യമുള്ളവർ നമുക്ക് DM ചെയ്യുക, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, മാർക്കറ്റിനകത്ത് ഉണ്ടാകുന്ന ഇതുണ്ട് പുൾ ബാക്ക് എന്ന് പറയുന്ന സംഭവം. ഒരു റീട്രേസ്മെൻറ്റ് കഴിഞ്ഞിട്ട് ആ രീതിയിൽ അവിടുന്ന് മാർക്കറ്റ് വീണ്ടും ആ ഏരിയയിൽ മാർക്കറ്റ് ടച്ച് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു പുൾ ബാക്ക് വരും മാർക്കറ്റിനകത്ത്. അതൊരു സർവ്വസാധാരണമാണ്. അത് നിങ്ങൾ അതിനകത്ത് മനസ്സിലാക്കുക. അത് കുറച്ച് പ്രാവശ്യം നിങ്ങൾ വീഡിയോ കാണുമ്പോഴേ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കാര്യങ്ങൾ നല്ല രീതിയിൽ വ്യക്തമാകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ ടാർഗറ്റ് ഞാൻ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മളുടെ ഇന്നത്തെ ഇത്. നമുക്ക് ഇന്നത്തെ എത്ര പ്രോഫിറ്റ് എടുത്ത് നോക്കാം. 18ാമത്തെ അക്കത്തിൽ വന്നിട്ടുണ്ട്. 18ാം നമ്പറിൽ എത്തിയിട്ടുണ്ട് പ്രോഗ്രസ് ട്രേഡർ 18ാമത്തെ നമ്പറിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, 18ാം നമ്പറിൽ പ്രോഗ്രസ് ട്രേഡ് എടുത്തിട്ടുണ്ട്. $8,997.67 ഓക്കെ, അപ്പോൾ അതാണ് നമ്മളുടെ ഇന്നത്തെ ഇത്. ഓക്കെ, അപ്പം താങ്ക് യു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം കാണാം. ഓക്കെ, ബൈ.